ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ബജറ്റ് അനന്തര വെബിനാറിനെ അഭിസംബോധന ചെയ്യും. സമഗ്ര മത്സ്യകൃഷി പദ്ധതിക്ക് പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ തുടക്കമായി. കർഷകർക്കുള്ള ബോധവൽക്കരണ പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ സ്കൂൾ ജീവനക്കാരൻ അറസ്റ്റിൽ. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് കൊടിയേറി പൊങ്കാലയ്ക്കെത്തുന്നവർക്ക് ശുദ്ധമായ കുടിവെള്ളവും സുരക്ഷിതമായ ഭക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. പൊതുജനങ്ങൾ കർശന മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ബജറ്റാനന്തര വെബിനാറിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കും. ജനങ്ങൾ, സമ്പദ്വ്യവസ്ഥ, നവീകരണം എന്നിവയ്ക്കായുള്ള നിക്ഷേപം എന്നതാണ് വെബിനാറിന്റെ പ്രധാന വിഷയം. സർക്കാർ വകുപ്പുകൾ, വ്യവസായ അക്കാദമിക മേഖലകൾ, പൌരന്മാർ എന്നിവർക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനുമുള്ള ചർച്ചകൾ വെബിനാറിന്റെ ഭാഗമായി നടക്കും. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ സംസ്ഥാനത്തെത്തും. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പരിപാടിയുടെ അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ ഉൾനാടൻ മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ സമഗ്ര മത്സ്യകൃഷി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്കുള്ള ബോധവൽക്കരണ പരിപാടി രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെ പങ്കാളിത്തത്തോടെയാണ് പഞ്ചായത്തിൽ സമഗ്ര മത്സ്യകൃഷി പദ്ധതി നടപ്പാക്കുന്നത്. ചിറ്റൂർ ബ്ലോക്കിലെ എലപ്പുള്ളിയിലെ സുസ്ഥിര കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് ഗാന്ധി ആശ്രമം കേന്ദ്ര സർക്കാരുമായി കൈകോർക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. 8 കോടി രൂപ ചെലവിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഉൾനാടൻ മത്സ്യമേഖലയിലെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് എലപ്പുള്ളിയിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത 150ഓളം കർഷകർ ഇന്ന് നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. മത്സ്യരംഗത്ത് കേരളം ഏറെ മുന്നിലാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ആശാ വർക്കർമാർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിച്ചില്ലെന്ന സംസ്ഥാനത്തിന്റെ വാദം തെറ്റാണെന്ന് അദ്ദേഹം പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു. സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് തുടക്കം. സിപിഐഎം കോഓർഡിനേറ്ററും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 9 വരെ നീളുന്ന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് 486 പ്രതിനിധികളും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള 44 നിരീക്ഷകരും അതിഥികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തി യുഡിഎഫിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. സ്കൂൾ ജീവനക്കാരനായ മലപ്പുറം സ്വദേശി അബ്ദുൾ നാസറെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട് 2 പേർ നേരത്തെ പിടിയിലായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കണം. കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികകൾ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ കർശന മുൻകരുതലുകൾ സ്വീകരിക്കണം. സംസ്ഥാനത്ത് മാർച്ചിലെ റേഷൻ വിതരണം ഇന്നു മുതൽ. നീല കാർഡ് ഉടമകൾക്ക് അധിക വിഹിതമായി 3 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ നൽകും. സാധാരണ വിഹിതമായി നൽകുന്ന അരിയും ഇവർക്ക് ലഭിക്കും. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ഈ മാസം 14 വരെ നീളുന്ന പൊങ്കാല മഹോത്സവത്തിനാണ് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെ തുടക്കമായത്. ഈ മാസം 13-നാണ് ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
കാപ്പുകെട്ട് ചടങ്ങിന് ശേഷം തോറ്റംപാട്ട് ആരംഭിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര നടി നമിത പ്രമോദ് വൈകുന്നേരം നിർവഹിക്കും. മറ്റന്നാൾ രാത്രിയോടെ കുത്തിയോട്ട് വ്രതാരംഭത്തിന് തുടക്കമാകും. ഉത്സവ ദിവസങ്ങളിൽ പ്രസാദകൂട്ടുണ്ടായിരിക്കും. ഉത്സവത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ വൻ ഭക്തജന തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഭക്തർക്കായി മികച്ച സൗകര്യങ്ങളും കനത്ത സുരക്ഷയുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഭക്തരുടെ തിക്കും തിരക്കും ഒഴിവാക്കാനായി ക്ഷേത്രത്തിൽ പ്രത്യേക ക്യൂവും സജ്ജമാക്കിയിട്ടുണ്ട്. പൊങ്കാല സമയത്ത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തണമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ അവലോകന യോഗത്തിൽ നിർദ്ദേശിച്ചു. പൊങ്കാലയ്ക്കെത്തുന്നവർക്ക് ശുദ്ധമായ കുടിവെള്ളവും സുരക്ഷിതമായ ഭക്ഷണവും ഉറപ്പുവരുത്താൻ പരിശോധന കർശനമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഈ മാസം 12-ന് 6 മണി മുതൽ 13-ന് വൈകിട്ട് 6 മണി വരെ നഗരപരിധിയിൽ ഡ്രൈ ഡേ കർശനമായി നടപ്പാക്കുമെന്ന് എക്സൈസ് വകുപ്പ്. ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപമായി എക്സൈസ് കൺട്രോൾ റൂം തുറക്കും. ഗ്രൌണ്ടിൽ ഇന്ന് മുതൽ വിമുക്തിയുടെ സ്റ്റാളും സജ്ജമായിരിക്കും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം നാളെ രാത്രി 11:30 ശ്രീകോവിലിൽ നിന്ന് മഹാദേവനെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. രാത്രി 12-ന് ആസ്ഥാന മണ്ഡപത്തിൽ പൊന്നാനകളെ ദർശനത്തിനായി ഒരുക്കും. ഭക്തർക്ക് ദർശിക്കാനായി സ്വർണ്ണ തിടമ്പിന് മുൻപിലായിരിക്കും അര ആനയെ ഉയർത്തിവയ്ക്കുക. ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത്. ICC ചാമ്പ്യൻഷിപ്പ് സെമിയിൽ സ്മിത്ത് നയിച്ച ഓസ്ട്രേലിയൻ നിര ഇന്ത്യയോട് പരാജയപ്പെട്ടിരുന്നു. മനോഹരമായ യാത്രയായിരുന്നു എന്നും 2 ലോകകപ്പുകൾ നേടിയത് വലിയ നേട്ടമായി കരുതുന്നുവെന്നും സ്റ്റീവ് സ്മിത്ത് പറഞ്ഞു. ICC ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. ഇന്നലെ ദുബായിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചത്. ഇന്ന് ലാഹോറിൽ നടക്കുന്ന 2ാം സെമി ഫൈനലിൽ ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC ഒഡീഷ FCയെ നേരിടും. രാത്രി 7:30-ന് ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുഹമ്മദ് നസിക്കെതിരെ FC ഗോവ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് വിജയിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഗോൾ ഫോർ ഇക്വാലിറ്റി എന്ന പേരിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ജെൻഡർ പാർക്കും UN വിമനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് നാളെ കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജെൻഡർ പാർക്കിൽ നടക്കും. കായികരംഗത്ത് വനിതാ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക, സ്ത്രീകൾക്കെതിരായ വിവേചനം തടയുക എന്നിവയാണ് ലക്ഷ്യം. കുടുംബശ്രീ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ മത്സരത്തിൽ പങ്കെടുക്കും. കടുത്ത വേനലിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ജലദൌർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങിയെങ്കിലും ചേർത്തല താലൂക്കിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ജനങ്ങൾ വെള്ളപ്പൊക്ക ദുരിതത്തിൽ. മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ നാട് പകർച്ചവ്യാധി ഭീതിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. അരൂർ, എഴുപുന്ന, കോടന്തുരത്ത്, തുറവൂർ, പട്ടണക്കാട്, വയലാർ, ചേന്നമ്പള്ളിപ്പുറം, തൈക്കാട്ശ്ശേരി, പാണാവള്ളി, അരൂക്കുറ്റി പഞ്ചായത്തുകളിലെ 2000-ഓളം വീട്ടുകാരാണ് ഇപ്പോൾ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്നത്. വേലിയേറ്റ സമയത്ത് വേമ്പനാട്ട് കായലിലും കൈതപ്പുഴ കായലിലും ജലനിരപ്പ് ഉയരുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകുന്നു. വേലിയേറ്റ സമയത്ത് ഓരുവെള്ളത്തിന്റെ തള്ളിക്കയറ്റം തടയാൻ തോടുകളിൽ നിർമ്മിച്ചിട്ടുള്ള സ്പിൽവേകൾ പ്രവർത്തിക്കാത്തത് ദുരിതം ഇരട്ടിയാക്കുന്നു. സമൂഹത്തിലെ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണം സിനിമയാണെന്ന പ്രചാരണം തള്ളി സംവിധായക സംഘടനയായ ഫിഫ്ക. വയലൻസിനെ ആനന്ദത്തിനുള്ള ഉപാധിയെന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നത് വിമർശിക്കപ്പെടണമെന്നും ജനാധിപത്യപരമായ സംവാദങ്ങൾ സ്വാഗതം ചെയ്യുന്നതായും ഫിഫ്ക വക്താക്കൾ അഭിപ്രായപ്പെട്ടു. കലാരൂപമെന്ന നിലയിൽ മനുഷ്യത്വപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് സിനിമ ഉയർത്തിപ്പിടിക്കുന്നതെന്നും ഫിഫ്ക പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായ മാർക്കോ സിനിമ TV ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് പ്രദർശന അനുമതി നിഷേധിച്ചത്. U അല്ലെങ്കിൽ UA കാറ്റഗറിയിലേക്ക് മാറ്റാൻ കഴിയാത്ത വിധം അക്രമ ദൃശ്യങ്ങൾ സിനിമയിലുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ. കൂടുതൽ സീനുകൾ ഒഴിവാക്കിയ ശേഷം നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാവുന്നതാണ്. എറണാകുളം ആലുവയിൽ വൻ ലഹരിവേട്ട. ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി 4 കിലോ കഞ്ചാവും 1 കിലോ ഹാഷിഷ് ഓയിലുമായി 6 പേരെ ആലുവ പോലീസ് പിടികൂടി. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. എറണാകുളം മരട് നഗരസഭയുടെ കണ്ണാടിക്കാട്, നെട്ടൂർ, മരട്, കുണ്ടന്നൂർ പ്രദേശങ്ങളിൽ അനധികൃതമായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഏകദേശം 10 കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങളാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലഹരി സംഘങ്ങളുടെ പ്രവർത്തനമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 73,352-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 112 പോയിന്റ് നേട്ടത്തിൽ 22,206-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 64,520 രൂപയും ഗ്രാമിന് 8,065 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ബജറ്റാനന്തര വെബിനാറിനെ അഭിസംബോധന ചെയ്യും. സമഗ്ര മത്സ്യകൃഷി പദ്ധതിക്ക് പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ തുടക്കമായി. കർഷകർക്കുള്ള ബോധവൽക്കരണ പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ സ്കൂൾ ജീവനക്കാരൻ അറസ്റ്റിൽ.
ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് കൊടിയേറി പൊങ്കാലയ്ക്കെത്തുന്നവർക്ക് ശുദ്ധമായ കുടിവെള്ളവും സുരക്ഷിതമായ ഭക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. പൊതുജനങ്ങൾ കർശന മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.